യൗമുൽ ജുമുഅ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്. ഒരാഴ്ചയിലെ 7 ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് യൗമുൽ ജുമുഅ. അന്നത്തെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ മുമ്പ് ഹദീസുകളിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, യൗമുൽ ജുമുഅ നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് എന്ന്. മാത്രമല്ല അതുകൊണ്ട് എന്ത് വേണം? ഫഅക്സിറൂ, ആയതിനാൽ നിങ്ങൾ അധികരിപ്പിക്കുവീൻ. അക്സറ, അധികരിപ്പിച്ചു. അക്സിർ, നീ അധികരിപ്പിക്കുക. കുറെ ആളോട് പറയുമ്പോ ഫഅക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കുവീൻ. അലയ്യ, എന്റെ മേൽ, മിനസ്വലാത്തി, സ്വലാത്തിൽ നിന്ന് നിങ്ങൾ അധികരിപ്പിക്കുവീൻ. ഫീഹി, ആ ദിവസത്തിൽ. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നത് കൂടുതൽ മഹത്വമുള്ളതാണ്. എല്ലാ ദിവസവും സ്വലാത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏത് ദിവസമാണെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നതിന് ഏറ്റവും മഹത്വമുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠകരമായ ആ ദിനത്തിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുവാൻ നബി തങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം പറഞ്ഞത്? ഫഇന്ന സ്വലാത്തക്കും, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത്, മഅറൂദത്തുൻ അലയ്യ, എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. നബി തങ്ങൾക്ക് ആ സ്വലാത്ത് വെളിവാക്കപ്പെടും. നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്ത് സലാമുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് എത്തിക്കപ്പെടുന്നുണ്ട്, അത് വെളിവാക്കപ്പെടുന്നുണ്ട്. ഫഖാലു, അപ്പോൾ സഹാബിമാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക, എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് അങ്ങയുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുക? വകൈഫ തുഅറദു, പ്രകാരമാണ്, എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്? സ്വലാത്തുനാ, ഞങ്ങളുടെ സ്വലാത്ത്, അലൈക, താങ്കൾക്ക് പ്രകാരമാണത് കാണിക്കപ്പെടുക. വഖദ് അറംത, താങ്കൾ നുരുമ്പിപ്പോയിട്ടുണ്ടാകുമല്ലോ. ഖബറിൽ അവിടുന്ന് നുരുമ്പിയ ശേഷം, അങ്ങ് മണ്ണോട് ലയിച്ചതിന്റെ ശേഷം പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങേക്ക് കാണിക്കപ്പെടുക എന്നുള്ളതാണ് സഹാബത്ത് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില റിപ്പോർട്ടിൽ കാണാം യഖൂലു ബലീത, അങ്ങ് ഖബറിൽ പിന്നെ നശിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് സഹാബത്ത് ചോദിക്കുന്നത്. അന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരവും മണ്ണിൽ ലയിക്കുമെന്നുള്ളതായിരിക്കും അവർ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അവർ അപ്രകാരം ചോദിക്കുന്നതും. അപ്പോൾ നബി തങ്ങൾ എന്ത് മറുപടി കൊടുക്കുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ ധാരണ തിരുത്തി കൊടുക്കുകയാണ്. ഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ല, അസ്സ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഇസ്സത്തുള്ളവനായിരിക്കുന്നു, അന്തസ്സുള്ളവനായിരിക്കുന്നു എന്നാണ് അർത്ഥം. വ ജല്ല, അവൻ മഹാത്മ്യമുള്ളവനുമായിരിക്കുന്നു. അതാണ് അസ്സ വ ജല്ല, രണ്ട് പദങ്ങളാണ്. അസ്സ വ ജല്ല, നമ്മൾ അല്ലാഹു അസ്സ വ ജല്ല എന്ന് പറയുമ്പോൾ ഒറ്റ വേർഡല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മഹത്വപ്പെടുത്തി പറയാണ്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അസ്സ വ ജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെയുള്ള ഒരു മഹത്വപ്പെടുത്തലിന്റെ മറ്റൊരു ശൈലിയും വാക്കുകളുമാണിത്. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു, അവൻ മഹാപരിശുദ്ധനാണ്, വ തആല, അവൻ ഉന്നതനുമാണ് എന്നാണ് അവിടെ നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത്. അല്ലാഹു അസ്സ വ ജല്ല എന്ന് പറയുമ്പോഴോ, അല്ലാഹു അസ്സ, അവൻ അസീസാണ്, അവൻ ഇസ്സത്തുള്ളവനാണ്, അന്തസ്സുള്ളവനാണ്. വ ജല്ല, അവൻ മഹത്വമുള്ളവനുമായിരിക്കുന്നു. അതാണ് അവിടെ അർത്ഥം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം. ഇവിടെ അങ്ങ് നുരുമ്പിയിട്ടുണ്ടാകുമല്ലോ, അങ്ങ് ഖബറിൽ ലയിച്ചിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു അസ്സ വജല്ല ഹറമ, അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഹറമ എന്ന് പറഞ്ഞാൽ ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അലൽ അർളി, ഭൂമിയുടെ മേൽ, ഭൂമിക്ക് നിഷിദ്ധമാണ്. എന്തിനെയാണ് ഭൂമിയുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്? അജ്സാദൽ അംബിയാ, നബിമാരുടെ ശരീരങ്ങളെ. അജ്സാദ്, ജസദ്, ജസദുൻ എന്ന് പറഞ്ഞാൽ ശരീരം, അതിന്റെ ബഹുവചനമാണ് അജ്സാദ്. അജ്സാദൽ അംബിയ, ഈ നബിയുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് അംബിയ. അപ്പൊ നബിമാരുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അല്ലാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങളെ തിന്നരുതേ എന്ന് വിലക്കിയിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ആ പദം തന്നെ കാണാൻ സാധിക്കും. ഏത് പദം? ഇന്നല്ലാഹ ഹറമ അലൽ അർളി, നിശ്ചയമായും അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അൻ തഅകുല, ആ ഭൂമി തിന്നുന്നത്,
അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരങ്ങളെ തിന്നുന്നത് ഭൂമിയുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അങ്ങനെ ചില റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമാണ് കാര്യം. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, ജുമാ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നാണ് ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ മറന്നു പോകരുത്. പലരും വെള്ളിയാഴ്ച ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒഴിവ് കിട്ടുന്ന രാജ്യങ്ങളുണ്ട്, ഒഴിവ് കിട്ടാത്ത രാജ്യങ്ങളുണ്ട്. എന്തായിരുന്നാലും അതിനെ അവർ അവഗണിക്കുന്ന ഒരു സ്വഭാവം. ആകെ കൂടി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എത്രയേ കാണുന്നുള്ളൂ. അത് അവസാന സമയത്ത് ജുമാക്കൊന്ന് പോയി വേഗം വരിക. അതല്ലല്ലോ സുഹൃത്തുക്കളെ ഉള്ളത്. എന്തെല്ലാം മഹത്വങ്ങളുണ്ട്. അതിൻ്റെ രാവിന് മഹത്വമുണ്ട്, അതിൻ്റെ പകലിന് മഹത്വമുണ്ട്. സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകം കുളിക്കുന്നതിന് പുണ്യമുണ്ട്, സുഗന്ധം ഉപയോഗിക്കുന്നതിന് പുണ്യമുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നതിന് പുണ്യമുണ്ട്, പള്ളിയിലേക്ക് സാധിക്കുമെങ്കിൽ നടന്നു പോകുന്ന ഓരോ നടത്തത്തിനും പുണ്യമുണ്ട്, പള്ളിയിലെത്തിയാലുള്ള പ്രവർത്തനങ്ങൾക്ക് പുണ്യമുണ്ട്. ആ ദിവസത്തിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട്, അത് വളരെ കുറഞ്ഞ നേരമേയുള്ളൂ. എന്തു ചോദിച്ചാലും അല്ലാഹു ഉത്തരം തരും എന്ന് പറഞ്ഞിട്ടുള്ള ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിനമാണത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ മഹാത്മ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രയും മഹാത്മ്യമുള്ള ഈ ദിവസത്തിൽ സ്വലാത്തിന് മഹത്വം കൂടും. അതുകൊണ്ട് നിങ്ങൾ അന്ന് എൻ്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചോളി. അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറഞ്ഞത് എന്താണ്? അത് എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നാണ്. മഅറൂദത്തുൻ അലയ്യ, എനിക്ക് മുമ്പിൽ വെളിവാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിക്കപ്പെട്ടല്ലോ സഹാബിമാരോട്, നബിയെ എങ്ങനെയാണ് അങ്ങേക്ക് സ്വലാത്ത് വെളിവാക്കപ്പെടുക? നമുക്കറിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല സ്വലാത്ത് ഞാൻ ഇപ്രകാരമാണ് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് എത്തുന്നുണ്ട്, വെളിവാക്കപ്പെടുന്നുണ്ട് പ്രത്യേകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ സ്വഹാബത്ത് ചോദിക്കണേ, എങ്ങനെയാണ് അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്ത് വെളിവാക്കപ്പെടുക? അങ്ങ് ഭൂമിയിൽ ലയിച്ചിട്ടുണ്ടാകുമല്ലോ, അങ്ങ് പിന്നെ മണ്ണോട് ചേർന്നിട്ടുണ്ടാകുമല്ലോ എന്നുള്ളതാണ് അവർ ചോദിച്ചതിന്റെ പൊരുൾ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയം പഠിപ്പിക്കുന്നത്. എന്നാ അങ്ങനെയല്ല, നബിമാരുടെ ശരീരങ്ങളെ തിന്നരുതെന്ന് ഭൂമിയോട് അള്ളാഹു വിലക്കിയിരിക്കുന്നു, അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, റഗിമ അൻഫു റജുലിൻ, റഗിമ അൻഫു റജുലിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണ്. റജുൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ മൂക്ക്. റഗിമ എന്ന് പറഞ്ഞാൽ അത് കുത്തി എന്നാണ്, മണ്ണിൽ കുത്തി എന്നാണ് ശരിക്കർത്ഥം. ശരിക്കതിന്റെ അർത്ഥം അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇൽതസഖ അൻഫുഹു ബിത്തുറാബി എന്നാണ്. അവന്റെ മൂക്ക് മണ്ണിൽ കുത്തി. ഇതൊരു പ്രയോഗമാണ്, ഒരാൾക്കെതിരെയുള്ള ഒരു പ്രയോഗമാണ്, ഒരാൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥന പോലെ ഉള്ള ഒരു പ്രയോഗമാണ്. അതായത് അവന്റെ മൂക്ക് മണ്ണ് കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലല്ലോ. മൂക്ക് കുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതവൻ അരുതാത്ത എന്തോ ചെയ്തിട്ടാണ് അതാ പറയുന്നത്. അപ്പൊ റഹിമാൻ ഫുറജുലിൻ, ഒരാൾ മൂക്ക് കുത്തി വീഴട്ടെ. എന്തേ കാരണം? ദുകിർതു ഇൻദഹു, ഞാൻ പറയപ്പെട്ടു, ഇൻദഹു അവന്റെ അടുക്കൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുകിർതു ഞാൻ പറയപ്പെട്ടു, എന്നെ പറയപ്പെട്ടു, ഇൻദഹു അവന്റെ അടുക്കൽ എന്റെ നാമം പറയപ്പെട്ടിട്ട്, ഫലം യുസല്ലി അലയ്യ, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ മൂക്കുകുത്തി വീഴട്ടെ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അപ്പൊ സഹോദരങ്ങളെ, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ അവിടത്തേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എപ്പോ കേട്ടാലും അതിനൊക്കെ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഒരു സദസ്സിൽ വെച്ച് ഒരിക്കൽ നമ്മൾ പറയൽ നിർബന്ധമാണ്, പിന്നീട് പറയലൊക്കെ സുന്നത്താണ്. എന്നാൽ നമ്മൾ കഴിയുന്നത്ര എന്ത് ചെയ്യാ? ഒരേ സദസ്സിൽ വെച്ച് എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടാലും അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യലാണ് നല്ലത്? ആവർത്തിക്കലാണ് നല്ലത്. നമ്മളതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇന്ന് പലരും മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകും. സംസാരത്തിലും എഴുത്തിലൊക്കെ മുഹമ്മദ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് എന്നൊന്നും അങ്ങനെയല്ല പറയേണ്ടത്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ പറയേണ്ടി വന്നാലും അവിടുത്തെ പേര് പറയുമ്പോഴൊക്കെ സ്വലാത്തിനെ പറയും. കേൾക്കുന്നവരും ആരുടെയെങ്കിലും അടുക്കൽ വെച്ചൊരു പറയപ്പെട്ടാൽ അവരും. എന്നാൽ ഒന്നാകെ എല്ലാവരും കേൾക്കുമാർ ഉച്ചത്തിൽ ഇങ്ങനെ കൂട്ടമായി വിളിച്ചു പറയണമെന്നൊന്നുമില്ല. അവരവർ കേൾക്കെ, അവരവരെ ദിക്റായിട്ട്, അവരവർക്കുള്ളൊരു പുണ്യകർമ്മമായിട്ട് അവരവരെ നിർവഹിക്കുക.
എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ നിർവികാരനായിട്ട് വെറുതെ അങ്ങനെ ഇരിക്കരുത്. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തെ പേര് കേട്ടു എന്നിട്ടും സ്വലാത്തു ചൊല്ലിയില്ല, എന്നെ പറയപ്പെട്ടിട്ട് സ്വലാത്തു ചൊല്ലിയിട്ടില്ലാത്തവൻ മൂക്കുകുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പേര് കേൾക്കുമ്പോൾ എത്ര തവണ കേട്ടാലും നമ്മൾ എത്രയും ചൊല്ലുന്നോ അത്രയും നമുക്ക് നല്ലതാണത്. അല്ലാത്തത് ഒരു ശരിയായ നടപടിയല്ല, അദബുകേടാണ് എന്നിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.